Hello, my name is Rizwa and I'm a pastry student. So today we are gonna make a one bowl banana bread. ഈ ബനാന ബ്രെഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണിത് ചെയ്യാൻ, കേക്ക് പോലെ കുറേ പ്രോസസ്സ് ഉണ്ടെന്നൊക്കെ. അല്ല, നമുക്കൊരു വൺ ബൗളും ഉണ്ട്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഈ ബനാന ബ്രെഡ്. 1930s യു എസിലൊക്കെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോഴേക്കും ആളുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പഴം തന്നെ പഴുത്തു പോയി കഴിഞ്ഞാൽ കളയാതിരിക്കാൻ വേണ്ടി അവർ മാഷ് ചെയ്ത് ഫ്ലോറൊക്കെ ആഡ് ചെയ്തിട്ടൊരു ബ്രെഡ് പോലെ ആക്കാൻ തുടങ്ങി. ഇന്ന് ഇപ്പം മിക്ക രാജ്യങ്ങളിലെയും ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലെ ഒരു സ്റ്റേപ്പിൾ ഐറ്റമാണ് ഈ ബനാന ബ്രെഡ്. ഞാൻ ഇതിനു വേണ്ടി ആകെ ഉപയോഗിച്ചേക്കുന്നത് ഒരു ബലൂൺ വിസ്ക്, ഒരു സ്പാച്ചുല, ഒരു ബൗളാണ്. ഒരു ബൗളിലേക്ക് ബനാന ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഈ റോബസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപഴമോ പൂവമ്പഴമോ ഒക്കെ ഉപയോഗിക്കാം. ഒരു റോബസ്റ്റിന് 2 പൂവമ്പഴമാണ് കണക്ക്. പൂവമ്പഴം ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അതിന് വാട്ടർ കണ്ടൻറ്റ് കുറവാണ്. സോ നമ്മൾ ബാറ്ററിലേക്ക് ഒരു 1 to 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യണം. പ്ലസ് പൂവമ്പഴത്തിന് ഷുഗറും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കുറക്കണം. നമ്മൾ പഴത്തിലേക്ക് ഷുഗർ ആഡ് ചെയ്യുമ്പോഴാണ് പഴത്തിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് ഇറങ്ങണത്. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നല്ല പഴുത്തു പോയ പഴമാണെങ്കിൽ ആദ്യമേ ഷുഗർ ഇട്ട് മിക്സ് ചെയ്താൽ കുറേ ലൂസായി പോകും ബാറ്റർ. അപ്പോൾ എപ്പോഴും പഴം മാഷ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നോക്കിയിട്ട് വേണം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് മുട്ട, പിന്നെ ഷുഗറൊക്കെ ഇട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഫ്ലവർ, റൈസിങ് ഏജൻ്റ് ആയ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് പിന്നെയും വിസ്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ഫാറ്റായിട്ട് യൂസ് ചെയ്യുന്ന എഗ്സും മെൽറ്റഡ് ബട്ടറുമാണ്. നമ്മളതുകൊണ്ട് ബട്ടർ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ഒന്നും ആക്കണ്ട. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ അങ്ങനെ തന്നെ മെൽറ്റ് ചെയ്യുക, ഇതിലേക്ക് ഒഴിക്കുക. സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണത്. ഈ ഒരു സ്റ്റേജിൽ നമുക്കതിലേക്ക് വാൾനട്ട്, ആമണ്ട്സ്, പീക്കൻ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നട്ട്സ് ആഡ് ചെയ്യാം. എപ്പോഴും നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റോസ്റ്റഡ് നട്ട്സ് ആഡ് ചെയ്യാതിരിക്കുക. നമുക്ക് കപ്പലണ്ടിയൊക്കെ ആഡ് ചെയ്യാം, കുറേ കൂടി നല്ലതാണ്. പക്ഷേ റോസ്റ്റഡ് നട്ട്സ് ആഡ് ചെയ്താൽ അത് നമ്മൾ അവനിൽ ബേക്ക് ചെയ്യുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും റോ നട്ട്സ് വേണം ബേക്ക് ചെയ്യണതിൽ ആഡ് ചെയ്യാനായിട്ട്. വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്പാച്ചുല കൊണ്ട് ഒന്നുകൂടി നോക്കുക അടിയിൽ വല്ല ഫ്ലോർ മിക്സ് ആവാതെ കിടക്കണുണ്ടോ എന്നൊക്കെ. എപ്പോഴും ഒരു ബനാന ബ്രെഡിൻ്റെ സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ കേക്ക് ലോഫ് ടിന്നിലാണ്. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിലും നമുക്കൊരു റൗണ്ട് ഏതെങ്കിലും ഒരു ബേക്കിംഗ് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ 2 പഴം വെറുതെ കീറിയിട്ടിട്ട് കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ഗാർണിഷിങ്ങിന് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നട്ട്സ് ഇടാം, വേണമെങ്കിൽ പഴം ഇങ്ങനെ തന്നെ ഇടാം. ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു കാരമലൈസ്ഡ് ലുക്ക് വരും. അതാണ് ഞാൻ ബ്രൗൺ ഷുഗർ ഇട്ടത്. 180 ഡിഗ്രിയിൽ 30 to 40 minutes ആണ് നേരെ ബേക്ക് ചെയ്തത്. അവനില്ലാത്തവർക്ക് അവൻ സെറ്റപ്പ് ചെയ്തിട്ട് 30 to 40 minutes അതിലും ബേക്ക് ചെയ്താൽ മതി. സോ കേക്ക് ആറി കഴിയുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ അപ്പം തന്നെ കഴിക്കാം. ഇവിടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥ വരാറില്ല. ഇതൊരു 3 ദിവസം വരെ ഫ്രിഡ്ജിലിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആകും. കാര്യം ഇതിൽ നമ്മൾ ബനാന ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഫുൾ റെസിപ്പി എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക് യു.